ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ഒന്നാമത്തെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കാണുക. നമുക്ക് രണ്ടാമത്തെ ഭാഗവുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് തുടങ്ങാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ചൂസ് ദ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഏർലിയസ്റ്റ് സയന്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏർലിയസ്റ്റ് സയന്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ ഇത് NCERT-യിലെ അതേ സെന്റൻസ് തന്നെയാണ്. NCERT വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉത്തരം കൊടുക്കാൻ പറ്റും. എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ? ഇറ്റ് വാസ് പ്രൊപ്പോസ് ബൈ അരിസ്റ്റോട്ടിൽ. ഉറപ്പാണ്, NCERT കൊടുത്തിട്ടുണ്ട്. ഏർലിയസ്റ്റ് സയന്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് നടത്തിയത് അത് അരിസ്റ്റോട്ടിലാണ്. കറക്റ്റ് ആണ്. രണ്ടാമത്തേതാണ് പ്ലാന്റ്സ് വെർ ക്ലാസിഫൈഡ് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് ഓൺ ബേസ് ഓഫ് ദർ മോർഫോളജിക്കൽ ക്യാരക്ടർ. കറക്റ്റ് ആണ്. അരിസ്റ്റോട്ടിൽ പ്ലാന്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ബേസ്ഡ് ഓൺ ദ മോർഫോളജിക്കൽ. ചുമ്മാ എടുത്ത് നോക്കി. അപ്പോൾ പ്ലാന്റിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്. പിന്നെ ആനിമലിന് എങ്ങനെയാണ്? ആനിമലിനെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബ്ലഡ് RBC ഉള്ളവരാണോ RBC ഇല്ലാത്തവരാണോ എന്നുള്ള ബേസ് നോക്കിയിട്ടാണ്. RBC ഉള്ളവരെ ഇനൈമ എന്നും RBC ഇല്ലാത്തവരെ അനൈമ എന്നുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആനിമൽസ് വെർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, ദോസ് ഹു ആർ റെഡ് ബൾസസ്, അല്ലാതില്ലാത്തവര്. അപ്പൊ എല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ നമ്പർ ഡി. എല്ലാം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റഡ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇത് NCERT-ൽ അതേ ഉള്ള ചോദ്യം തന്നെയാണ്. ബാക്ടീരിയയുടെ സ്ട്രക്ചറും ബിഹേവിയറും എങ്ങനെയാ? NCERT കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയയുടെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണെങ്കിലും അതിന്റെ ബിഹേവിയർ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പൊ സ്ട്രക്ചർ സിമ്പിൾ ആണ്, ബിഹേവിയർ കോംപ്ലക്സ് ആണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ ഡി മാർക്ക് ചെയ്യട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3. ഐഡന്റിഫൈ ദ ഓർഗാനിസം ഓൺ ബേസിസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് ഓർഗാനിസം ആണെന്നാണ് പറയേണ്ടത്. ഇപ്പൊ ലാക്ക് സെൽ വാൾ ഇല്ല. സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ ക്യാൻ സർവേ വിത്തൗട്ട് ഓക്സിജൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതാരാണ്? അത് നമ്മുടെ സ്വന്തം മൈക്കോപ്ലാസ്മയാണ്. മൊണീറയിൽ വരുന്ന മൈക്കോപ്ലാസ്മയാണ്. അപ്പൊ ഇത് ഈ 5 സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഇത് NCERT ഉള്ളതാണ്. ആൻഡ് ഇത് ആരുടെയാണ്? ഇത് മൈക്കോപ്ലാസ്മയാണെന്ന് കൂടെ പഠിച്ചു വെക്കണം. ആൻഡ് ഇത് പാത്തോജനിക് ആണ് ആനിമൽസിനും പ്ലാന്റ്സിനും. ഓക്കെ. അടുത്ത നാലാമത്തെ സിലിക്കാജൽ അല്ലെങ്കിൽ കേസൽഗർക്ക് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയും. ഇത് എവിടുന്ന് ഒപ്റ്റൈൻ ചെയ്യാം? സിലിക്കാജൽ, സിലിക്കേഷ്യസ് സെൽ വാൾ, സോപ്പ് ബോക്സ് പോലെ എവിടെയാണ് ആവശ്യമുള്ളത്? യെസ്, പ്രൊട്ടീസ്റ്റയില് ആരാണ്? ഡൈ അറ്റോംസ് ആണ് അല്ലെ? ഡൈ അറ്റോംസ് ആണ് അല്ലെ? ഓപ്ഷൻ നമ്പർ എ റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത അഞ്ചാമത്തെ എന്താണ്? ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റ്. ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റ് ആരാണ്? ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റ് നമുക്കറിയാം, യുക്ലിയോയിഡ് ഫോട്ടോസിന്തസിസ് കാണിക്കും അല്ലെ? അത് ഹെറ്ററോട്രോപ്സ് മിക്സോട്രോപ്സ്. ഹെറ്ററോട്രോപ്സും കാണിക്കും, ഫോട്ടോട്രോപ്സും കാണിക്കും. ഫോട്ടോസിന്തസിസും ചെയ്യും. ആനിമലിന്റെ ഹെറ്ററോട്രോപ്പിക്കുമാണ്, ഫോട്ടോട്രോപ്പിക്കുമാണ്. അപ്പൊ യുഗ്ലിനോയിഡ്സ് പറയാം, അത് കാണിക്കുന്നുണ്ട്. ഡയറ്റോംസും ഉണ്ട്, ഡയനോഫ്ലാജൻലേറ്റും ഉണ്ട് അല്ലെ? ഓപ്ഷൻ പറയാം. എന്തായാലും സ്ലൈമോൾഡ് ഇല്ല, കാരണം സ്ലൈമോൾഡ് ഏതാണ്? സ്ലൈമോൾഡ് എന്ന് പറഞ്ഞാൽ സാപ്രോട്രോപ്സാ. അപ്പൊ അത് ഫോട്ടോസിന്തസിസ് അല്ല. പിന്നെ എന്താ, യുഗ്ലിനോയിഡ്സ് വരും, ഡയറ്റോംസ് വരും, ഡൈനോഫ്ലാജൻലേറ്റ് വരും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നമ്പർ എ സെലക്ട്. അടുത്തത് പ്ലാസ്മോഡിയം അല്ലെങ്കിൽ മലേറിയൽ പാരസൈറ്റിസ്. പ്ലാസ്മോഡിയം അല്ലെങ്കിൽ മലേറിയൽ പാരസൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? അതൊരു സ്പോറോസുവനാണോ? യെസ്, അതൊരു സ്പോറോസുവനാണ്. ആരാണ്? അതൊരു സ്പോറോസോവനാണ്. സീലിയേറ്റർ പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ അത് പാരമീഷ്യ ആണ്. ഫ്ലജല്ലേറ്റർ ആണ് നമ്മൾ ട്രിപ്പനോസോമ എന്ന് പറയുന്നത്. സ്ലീപ്പി സിക്നസ് കോസി. അമീബോയിലാണ് എൻഡ് അമീബ എന്നൊക്കെ പറയുന്ന മറൈൻ ഫോംസ് ഒക്കെ സിലിക്ക ഒക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത എട്ടാമത്തെ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓഡ്? ഏതാണ് ഓറ്? ആൻസർ പറയട്ടെ. ഞാൻ വിചാരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണെന്ന്. കാരണം എന്തുകൊണ്ടാ? ഈ അൾട്ടർനേറിയ എന്ന് പറഞ്ഞാൽ അത് ഡിറ്റിറോമൈസസിൽ വരുന്നവരാ. ബാക്കി 3 പേരും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഏത് വരുന്നവരാ? ബെസീഡിയോമൈസസിൽ വരുന്നവരാ. അൾട്ടർനേറിയ മാത്രം എവിടെ വരുന്നവരാണ്? അൾട്ടർനേറിയ എവിടെ വരുന്നവരാണ്? ഡ്യൂറ്റിറോമൈസസിൽ വരുന്നവരാണ്. അതാണ് ഓഡ് വൺ എന്ന് പറയുന്നത്. ഇപ്പൊ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും. ആരാ ചീഫ് പ്രൊഡ്യൂസർ? ഓഷനിലെ ചീഫ് പ്രൊഡ്യൂസർ ആരാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അവർ ഡൈ അറ്റംസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർസ് ആർ പ്രൊഡ്യൂസ് എൻഡോജീനിയസ്ലി? എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സ്പോറുകൾ ഏതൊക്കെയാണ്? കൊനീഡിയ സ്പോർസ് നമുക്കറിയാം, അത് എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്ഷൽ സ്പോർസ് ആണ് കൊനീഡിയ സ്പോർസ് എന്ന് പറയുന്നത്. അപ്പൊ കൊനീഡിയ സ്പോർസ്
എക്സോജീനിയസിലാണ്, എൻഡോജീനിയസ് അല്ല. അപ്പൊ കൊനീഡ വരുന്ന ഓപ്ഷൻ വെട്ടിയത് കള. ഇത് കൊനീഡിയ, എല്ലാം കൊനീഡ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, ഓപ്ഷൻ സി. ഈ എപ്ലാനോസ്പോർസും സൂസ്പോർസും സ്പൊറാഞ്ചോസ്പോർസ് വരുന്നവരാണ്, സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ വരുന്നവരാണ്. അപ്പൊ അത് എൻഡോസ്പോർസ് ആണ്. ഏതാണ് ഈ എപ്ലാനോസ്പോർസും എക്സോസ്പോർസും? അത് എൻഡോജീനിയസിലാണ്, ആ സ്പൊറാഞ്ചിയത്തിന് ഉള്ളിലാണ്. പിന്നെ ആസ്കോസ്പോർസും എൻഡോജീനിയസിലെയാണ്. ബെസിഡിയോസ്പോർസ് എക്സോജീനിയസിലെയാണ്. ബെസിഡിയത്തിന്റെ മുകളിലാണ് ബെസിഡിയോസ്പോർസ്, അത് എക്സോജീനിയസിലാണ്. പിന്നെ ആസ്കസിന്റെ ഉള്ളിൽ കിടക്കുന്ന ആസ്കോസ്പോർ, ആസ്കോമൈസിന്റെ സ്പോർസ് ആണ് ആസ്കോസ്പോർ, വിച്ച് ഇസ് സെക്ഷൽ സ്പോർ. അതെന്താണ്? അത് എൻഡോജീനിയസിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അടുത്ത ഒരു ചോദ്യം കൂടെ കേട്ടോ. എന്താണ്? ക്രൈസോഫൈറ്റ്സ്. ആരാണ് ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്ടൻസ് ആണോ? ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്ലാങ്ക്ടൺ, പാസീവ്ലി ഫ്ലോട്ട് ചെയ്യും ഓഷനിൽ. അവർ പാസീവ്ലി ഫ്ലോട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലാങ്ക്ടൺസ് എന്ന് പറയും. ആക്റ്റീവ് അല്ല, പാസീവ്ലിയ. NCERT-യിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ സെക്ഷൻ. എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഒരു പാട്ടും കൂടെ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അതുവരെയും ബൈ ബൈ.